ഒരുക്കമുള്ള ഹൃദയം. എന്തിനുള്ളൊരുക്കാണ്? ദൈവത്തെ സ്നേഹിക്കാൻ ഒരുക്കമുള്ള ഹൃദയമാണ് കേട്ടോ. ഓർക്കണം, മറന്നു പോരുത്. ദൈവത്തെ സ്നേഹിക്കാൻ ഒരുക്കമുള്ള ഹൃദയം ആരാണ് തരേണ്ടത്? ദൈവം. പശ്ചാത്താപം ആരാണ് തരേണ്ടത്? ദൈവം. ഇതാ വിഷയം. ഇതാണ് ഈ രണ്ട് സംഭവമാണ്. അതായത് ഈ കോളേജിലെ പരിപാടി പോലെയാണ് ഈ സംഭവം. ഇപ്പം നമ്മുടെ കോളേജിൽ അഡ്മിഷൻ വേണം. നമുക്കൊരു വെള്ള പേപ്പർ എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ ചെന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ മേടിക്കണം. അവരുടെ ആപ്ലിക്കേഷനിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അപേക്ഷകളുടെ ആപ്ലിക്കേഷൻ അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുമെന്ന്. നമുക്ക് വെള്ള പേപ്പർ എഴുതി കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. നിങ്ങൾ ആപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ പറയും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വെക്കാൻ പറയും. പണി പാലും വെള്ളത്തിലായി. നിങ്ങൾ ആ കോളേജിൽ ആപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ പറയും ഏത് സബ്ജക്റ്റാണ്, ഏത് ഗ്രൂപ്പാണെന്നൊക്കെ ചോദിക്കും. എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിട്ട് പറയും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വെക്കാൻ പറയും. മാർക്ക് ലിസ്റ്റ് വെക്കാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ച വിഷയത്തിന് ആവശ്യമായ മാർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തു ചെയ്യും? ആപ്ലിക്കേഷൻ തരത്തില്ല. പ്രശ്നം തീർന്നു. അപ്പോൾ ഉള്ള പ്രശ്നം ഒരുക്കമുള്ള ഹൃദയത്തിൻ്റെ ആപ്ലിക്കേഷൻ ദൈവം തരേണ്ടതാണ്. പിന്നെ എന്താണ്? പശ്ചാത്താപത്തിൻ്റെ ആപ്ലിക്കേഷനും ദൈവം തരേണ്ടതാണ്. ഇതൊരു സീരിയസ് വിഷയമാണ്. പക്ഷെ നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും. മക്കൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇത് വെളിപ്പാടിൻ്റെ ആ ഫോർമുല എടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടും. വെളിപ്പാടിന് എന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുവിൻ. അതേ പ്രവർത്തികൾ തന്നെ ചെയ്യാൻ. മനസ്സിലായില്ലേ? ഇപ്പം എന്താണ് നീ ഭർത്താവിൽ നിന്ന് അല്ലെ ഭാര്യയിൽ നിന്ന് വഴക്കിട്ട് വന്ന് ഭാര്യനെ ഓടിച്ചിട്ടിരിക്കുകയാണ് വീട്ടിലോട്ട്. നീ എന്ത് ചെയ്യണം? അതേ പ്രവൃത്തി ചെയ്യണം. പോയി വിളിച്ചോണ്ട് വരണം. അതാണ് വിഷയം. അല്ലാതെ ഇവിടെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അല്ല പോയി കുമ്പസാരത്തിനും കാര്യമില്ല. യു ഷുഡ് ഡു ദ സെയിം തിങ്. അതുകൊണ്ടാണ് നീ എൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റത്തില്ലെന്ന് പറയണത്. സിസ്റ്റർ അതെടുത്തേ. 39 സങ്കീർത്തനം 7-ാം തിരുവചനം 7-ാം വാക്യം. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. ഇതിന്റെ പ്രശ്നം മനസ്സിലായില്ലേ? അതായത് നമ്മൾക്ക് നമ്മുടേതായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത മോങ്ങിയ അല്ലെങ്കിൽ മനസ്താപൂർണം ചെല്ലിയ ഈ സംഭവം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നീ എവിടെ നിന്നാണ് വീണത്, അധപ്പതിച്ചത്, അതേ പ്രവൃത്തി തന്നെ ചെയ്യണം. എവിടെ നിന്ന് ആരുമായിട്ടാണ് നീ തെറ്റ് ചെയ്തത്, ആ വിഷയത്തിൽ ആ വ്യക്തിയോട് തന്നെ പോയിട്ട് ക്ഷമ ചോദിക്കുകയോ ആ വ്യക്തിയോട് തന്നെ പോയിട്ട്. അപ്പം നിങ്ങൾക്ക് എപ്പോഴും അതേ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു വിഷയം తెలిയോ? നിങ്ങൾ കുമ്പസാരിക്കും, ഞാൻ ഇങ്ങനെ വ്യക്തിയോട് വഴക്കാണ്, ഞാൻ അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഈ അച്ഛൻ പറയണത് എന്താണ്, നിങ്ങൾ കുറച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയും. പക്ഷേ അതല്ലല്ലോ, അതേ പ്രവൃത്തി തന്നെ ചെയ്യണം. ആ വ്യക്തി ഏത് വ്യക്തിയോടാണ്, അല്ല ഏതെങ്കിലും വ്യക്തിയോടല്ല. വലതുകാലം മുറിഞ്ഞതിന് നിങ്ങൾ ഇടതുകാലം കൊണ്ട് ഡോക്ടറെ കാണിക്കരുത്. അതും വേണമെങ്കിൽ പുള്ളിക്കാരൻ ഓപ്പറേറ്റ് ചെയ്ത് അവിടെ കെട്ടിത്തരും. വലതുകാലം മുറിഞ്ഞാൽ വലതുകാലം തന്നെയാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. നിങ്ങൾ അതേ പ്രവൃത്തികൾ തന്നെ ചെയ്യുവേൻ. അവിടെ സത്യസന്ധത വരണത്. അപ്പം നിങ്ങൾ വൈഫിനെ കൊണ്ട് വീട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൈഫിനെ വിളിച്ചുകൊണ്ട് വരണം. ഒരു മാർഗ്ഗവും ഇല്ല എൻ്റെ അകത്ത്. വിളിച്ചാൽ വന്നില്ലെങ്കിലോ അത് നിങ്ങളുടെ പ്രശ്നം തീർന്നല്ല. അതിനാലേ അത് അവളുടെ കാര്യമായില്ലേ? അതവരുടെ കാര്യമായില്ല. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സഭയോട് പറഞ്ഞാൽ മതി. സഭയെപ്പോലും നീ അവിടെ മാനിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് കർത്താവിനെ അറിയാത്ത ആളെപ്പോലും ആകട്ടെ എഴുതിയെടുക്കണം പറയും. എല്ലാത്തിനും കറക്റ്റ് മറുപടി അല്ലേ ഈശോൻ്റെ അടുത്തുള്ളത്? എല്ലാത്തിനും മറുപടിയുണ്ട്. അപ്പം നിങ്ങൾ വിളിച്ചെന്ന് വരുത്തി തീർത്ത്
അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പം ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ തരേണ്ടത് ദൈവമാണ്. നുറുങ്ങിയ ഹൃദയത്തിനുള്ള ആപ്ലിക്കേഷൻ അവിടെ നിന്ന് തരണം, കർത്താവ് തരണം. പശ്ചാത്താപവും ആപ്ലിക്കേഷനും അവിടെ നിന്ന് തരണം. എങ്ങനെ തരും? നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കാണിക്കണം. മാർക്ക് ലിസ്റ്റ് കാണിച്ചാൽ മാത്രമേ നിങ്ങൾ ആ കോഴ്സിന് എലിജിബിൾ ആണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അല്ല വഴിയെ പോകണവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് വേണോ, കർത്താവിന് കൃപ വേണോ, അത് സ്വീകരിക്കാനുള്ള എലിജിബിലിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടോ, യോഗ്യതയുണ്ടോ എന്ന് വെക്കണം. അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്നറിയാമോ? എൻ്റെ മക്കളെ, വളരെ എളുപ്പമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളില്ലേ, ഇല്ലേ? ഉപപ്രവർത്തനം വെച്ചാൽ ഈ ആതുര സേവനങ്ങളും പാവത്തങ്ങളെ സഹായിക്കുന്നതും ആയിട്ടുള്ള കുറേ കാര്യങ്ങളില്ലേ, അതുപോലെ സുവിശേഷ കൈമാറ്റമില്ലേ, ഇതെല്ലാം നിങ്ങൾ ഒരു നുറുങ്ങിയ ഹൃദയത്തിൻ്റെ യോഗ്യതയ്ക്ക് വേണ്ടിയാണ് കാഴ്ചവെക്കേണ്ടത്. കർത്താവ് എനിക്ക് ദൈവകൃപ പ്രവർത്തിക്കാൻ യോഗ്യമായ ഒരു ഹൃദയം തരുന്നതിന് വേണ്ടി ഞാൻ ഈ കർത്താവിൻ്റെ വചനപത്രങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു. കർത്താവ് എനിക്ക് പശ്ചാത്താപം നൽകുന്നതിന് വേണ്ടി ഞാൻ ഈ വചനപത്രങ്ങൾ ദൈവത്തിന് ജനങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെ ഈ രണ്ട് ഉദ്ദേശത്തോടും കൂടിയായിട്ട് നിങ്ങൾ ഇൻറ്റൻഷൻ ചെയ്താൽ അത് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ആദ്യമേ എൻ്റെ മക്കൾ വിചാരിക്കണം, എനിക്ക് ദൈവത്തോട് കർത്താവേ എനിക്ക് നിത്യമായി നിൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ എന്നെ സഹായിക്കണമെന്ന്. ഇപ്പം നിങ്ങൾ പറയണത് എന്താണ്? എനിക്ക് കാനഡയിൽ പോകാൻ കർത്താവ് അങ്ങോട്ട് കടത്താൻ വേണ്ടി കർത്താവ് ഒരു ഊന്നുകാരനായിട്ടാണ് നോക്കണത്. കർത്താവ് ഒരു വള്ളക്കാരനായിട്ട് എന്നെ കപ്പൽ കയറ്റി അങ്ങനെ വിടാനാണ് പറയണത്. ആ പരിപാടിയാണെങ്കിൽ നടക്കത്തില്ല സംഭവം. മറിച്ച് എന്നുവെച്ചാൽ എളുപ്പം നടക്കണമെങ്കിലുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നിൻ്റെ സ്നേഹത്തിൽ എനിക്ക് ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിലെ ജീവിതകാലം മുഴുവൻ ജീവിക്കുവാൻ എനിക്ക് പശ്ചാത്താപത്തിന് യോജിച്ച ഫലങ്ങള് പുറപ്പെടുവിക്കാൻ എന്നെ സഹായിക്കണം. ഇപ്പൊ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ വന്നൊരു സാധനമാണത് അല്ലേ? എന്താണ്? അതാണ് വെടിപാടെന്ന് പറയണത്. കർത്താവ് വചനം നൽകുന്നത് നയിക്കണം ഇങ്ങനെയാണ്. മത്തായി 3:8 മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. അതാ വിഷയം. ഫലം പുറപ്പെടുവിക്കണമെന്നല്ല പറഞ്ഞിരിക്കണത്. എന്താ പറഞ്ഞിരിക്കണത്? മാനസാന്തരത യോജിച്ച ഫലമാണ്. അതെന്താണ്? നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് നിങ്ങൾ അധപ്പതിച്ചത്, അതേ പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലമാണ്. മാനസാന്തരത്തിന് പറ്റിയ ഫലമല്ല, അതിന് യോജിക്കുന്ന അതുമായിട്ട് സിങ്കാകുന്ന ഫലങ്ങളാണ് ഉണ്ടാകേണ്ടത്. അപ്പം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്താൽ മാനസാന്തരം ഉണ്ടാകത്തില്ലെന്ന് അർത്ഥം. നമുക്ക് തോന്നിയ പരിപാടി ചെയ്താലേ മാനസാന്തരം ഉണ്ടാകത്തില്ല. മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് തോന്നിയ പരിഹാരം ചെയ്ത കാര്യമില്ല. അതിനോട് സിങ്കാകുന്ന രീതിയിൽ, ആ സിങ്കാകുന്നത് എന്താണ്? എവിടുന്നാണ് അധപ്പതിച്ചതെന്ന് അറിയണം. എന്നിട്ട് അതേ പ്രവർത്തനം ചെയ്യുമ്പോഴാണ് യോജിച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. കൈയടിച്ച് കർത്താവ് എൻ്റെ പേര് അമൽ ജോസഫ്. ഞാൻ വന്നിരിക്കുന്ന UK നിന്നാണ്. നമുക്ക് ഇവിടെ പ്രത്യക്ഷ സാക്ഷിയായിട്ട് എന്നെ ഇവിടെ നിർത്തിയതിന് മാതാവിനും ഈശോയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എനിക്ക് ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു പോന്നിരുന്നു. വല്ലപ്പോഴും പള്ളിയിൽ പോവുകയും പള്ളിയുടെ ഏറ്റവും പുറകിൽ നിന്ന് പ്രാർത്ഥന കാണുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഭാര്യ 2023 ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതുവഴി എൻ്റെ മകൾക്ക് എക്സിമ അസുഖം പൂർണ്ണമായില്ല 90% അതിൽ നിന്ന് മോചനം ലഭിച്ചു. ഇത് കണ്ട് ഞാൻ സാധാരണ രീതിയിൽ ഞാൻ മദ്യപിക്കുകയും അങ്ങനെ മറ്റ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഭൗതിക ജീവിതത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു.
അപ്പോൾ ഇത് കാണുകയുണ്ടായി. അപ്പോൾ ഞാനത് അതിൻ്റെ ആ സമയത്താണ് ഞാൻ കെയർ വിസയിലാണ് ഞാൻ അവിടെ പോയിരുന്നത്. അപ്പോൾ ഞാൻ IELTS എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ 2 മാസം കൂടുമ്പോഴും IELTS എഴുതുകയും അപ്പം നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്കെപ്പോഴും സ്പീക്കിങ്ങിന് 7 അല്ല 7.5 കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 3ാമത്തെ പ്രാവശ്യം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് 6.5 കിട്ടുകയുണ്ടായി. അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്താണ് എപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്കോർ കുറഞ്ഞു പോയത്. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എത്ര നാളായി കുമ്പസാരിച്ചിട്ട് എന്ന്. അപ്പം ഞാൻ 2014 കല്യാണം കഴിച്ച സമയത്താണ് ഞാൻ കുമ്പസാരിച്ചത്. 2024 ഇങ്ങനൊരു ചോദ്യം ഉണ്ടായത്. 10 വർഷത്തോളം ഞാൻ കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഒരു പരീക്ഷ IELTS എഴുതി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിലൊരു തീരുമാനം എടുത്തു, ഞാൻ അടുത്ത ഞായറാഴ്ച കുമ്പസാരിക്കാം, ഞാൻ കുമ്പസാരിച്ചോളാം എന്നൊരു തീരുമാനം എടുത്തു. എന്നെ ഈ പരീക്ഷയിലെങ്കിലും പാസ്സാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനൊരു സാധാരണ മലയാളം മീഡിയത്തിൽ ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ പഠിച്ചതാണ്. ബേസിക്, അതായത് നമുക്ക് 17-18 മാർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പഠിച്ചിരുന്ന സമയത്ത്. അപ്പോഴെനിക്ക് ദൈവകൃപയാൽ ഔട്ട് ഓഫ് 9 8.5 സ്പീക്കിങ്ങിന് എനിക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ കഴിവുകൊണ്ടല്ലാതെ കിട്ടിയെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി. പിന്നീട് ഞാൻ ഉടമ്പടിയിലേക്ക് പോകണം. നമുക്ക് മാനസികമായിട്ട് ഒത്തിരി തയ്യാറെടുപ്പുകളുണ്ട്. ഉടമ്പടി ജീവിക്കുക എന്നുള്ളത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, നമുക്ക് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എനിക്ക് 2 മാസത്തോളം സമയമെടുത്തു. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയുണ്ടായി. 2024 സെപ്റ്റംബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിന്നീട് എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത് രജിസ്റ്റേർഡ് നേഴ്സ് ആവണം, പിൻ നമ്പർ കിട്ടണം. അതിനകത്ത് ലാംഗ്വേജ് മാത്രമല്ല, നമുക്കവിടെ OSCE CBT അങ്ങനെ പരീക്ഷകളുണ്ട്, കടമ്പകൾ ഒത്തിരിയുണ്ട്. പിന്നെ അടുത്തൊരു നിയോഗം വെച്ചത് സ്വന്തമായിട്ടൊരു ഭവനം UK വേണം എന്നുള്ളതായിരുന്നു. നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഭാര്യ വന്നിട്ട് 1 വർഷത്തോളം ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. ബാക്കി ഞാൻ തന്നെ ജോലി ചെയ്യുന്നു. അപ്പോൾ സേവിങ്സ് ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. പിന്നീട് അങ്ങനെ ഈ പറഞ്ഞ ആഗ്രഹങ്ങൾ, അതായത് ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ വിസയുടെ റിന്യൂവൽ വരുന്നത്. 2024 ഡിസംബറിൽ വിസ റിന്യൂവൽ വരുന്നുണ്ടായിരുന്നു. അപ്പം ജോലി സ്ഥലത്ത്, ഞാൻ പോയ സ്ഥലത്ത് അവർ 5,000 പൗണ്ട് ചോദിച്ചു. നമുക്ക് വിസ റിന്യൂ ചെയ്യുന്നതിന് അത്രയും ഒരു വലിയ തുകയാണ്. നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നതിന് നമുക്ക് ഒത്തിരി ചിലവുകൾ അവിടെയുണ്ട്. അപ്പം ഈ ഒരു തുക നമുക്ക് ബാധ്യതയായി മാറുമെന്നൊരു തോന്നലുണ്ടാവുകയും അപ്പം നമ്മൾ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ നിയോഗത്തിൽ ഇത് വെച്ചിരുന്നു, വിസ ഒരു സ്ഥലത്ത് കിട്ടുക, ജോലി കിട്ടുക, ഇതും വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ സെപ്റ്റംബറിൽ ഉടമ്പടി എടുത്തു. ഒക്ടോബറിൽ എനിക്കൊരു ഇൻ്റർവ്യൂ പാസ്സാവുകയും അതിൽ അവർ വിസ എനിക്ക് ഫ്രീ ആയിട്ട് തരികയും ചെയ്തു. അപ്പം ആദ്യത്തെ എൻ്റെ ഒരു നിയോഗം അത് സാധിച്ചു കിട്ടി. പിന്നീട് ഒക്ടോബറിൽ തന്നെ ഞങ്ങൾ വീടുകൾ കാണാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ വീടുകൾ അവിടെ നമ്മൾ വ്യൂ ചെയ്ത് 3 മാസത്തോളം പ്രോസസ്സ് ചെയ്തിട്ടാണൊരു അതിൻ്റെ പ്രോസസ്സ് സക്സസ്ഫുൾ ആണെങ്കിലേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് പൈസ ഇല്ല. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ, ദൈവകൃപയാൽ നമുക്ക് അത് അറേഞ്ച് ചെയ്ത് തരാമെന്നൊരു വാക്ക് തന്നു. അപ്പോൾ ഡിസംബർ 16 അവിടെ ഒരു ഹൗസ് ഞങ്ങൾക്ക് ലഭിച്ചു, കീ കിട്ടി. അപ്പം രണ്ടാമത്തെ ഒരു വലിയ നിയോഗമാണ്. നമ്മൾ കടമുണ്ടായിരുന്നു, 30,30,000 പൗണ്ടോളം കടമുണ്ടായിരുന്നു. പക്ഷേ സ്വന്തമായിട്ടൊരു ഭവനം അവിടെ കിട്ടി. പിന്നീട് ജനുവരി 2-ാം തീയതി എനിക്ക് UK പിൻ നമ്പർ ലഭിച്ചു. അപ്പോൾ പിൻ നമ്പർ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് IELTS കഴിഞ്ഞിട്ട് CBT, OSCE, അപ്പോൾ ഈ പരീക്ഷകളെല്ലാം ഞാൻ എഴുതുമ്പം എനിക്ക് അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഉപ്പ് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ തമാശയായിട്ട് പല യുവജനങ്ങളും ചിന്തിക്കും, നമ്മൾ ഉപ്പ് കീബോർഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പരീക്ഷ പാസ്സാവുമെന്ന്. പക്ഷേ അത് ഞാൻ പാസ്സായി. ഞാൻ നേഴ്സിങ്ങിൽ അത്ര എക്സ്പീരിയൻസിലുള്ള ആളല്ല. പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം എനിക്ക് തരണം ചെയ്യാൻ സാധിച്ചു. ഞാൻ തോൽക്കുമെന്ന് വിചാരിച്ച പരീക്ഷകൾ CBT പാസ്സായി, OSCE പാസ്സായി. OSCEക്ക് നമ്മൾ യൂണിഫോം ഇട്ട് പോകണം, അവിടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പോക്കറ്റിൽ ഉപ്പ് ഇട്ടുകൊണ്ടാണ് പോയിരുന്നത്. അപ്പം അതും പാസ്സായി. അങ്ങനെ പിൻ നമ്പർ ജനുവരി 2-ാം തീയതി എനിക്ക് പിൻ നമ്പർ ലഭിച്ചു. അപ്പം എൻ്റെ ആദ്യത്തെ 3 നിയോഗങ്ങളും സാധ്യമായി. ഞാൻ ഉടമ്പടിയിൽ നിലനിന്നു. ഞാൻ 90 ദിവസം കഴിഞ്ഞ് ഞാൻ ഉപേക്ഷിച്ചില്ല. നമ്മളെല്ലാവരും ചിന്തിക്കുമായിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ച് ഇട്ടിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ ജനുവരി പിൻ നമ്പർ കിട്ടിയപ്പോൾ ഞാൻ പുതിയ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ജോലി പോകുന്നു.
ആ സമയങ്ങളിൽ കുറച്ച് ദൈവവിശ്വാസം, അതായത് നമ്മൾ സന്ധ്യാപ്രാർത്ഥനയെല്ലാം ഡിലേ ആക്കി. നമ്മൾ വീട് കിട്ടിയപ്പം വീടിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ആ ഡിലേ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു. ജോലിയിൽ പ്രൊബോഷൻ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അതൊരു വലിയ ബാധ്യതയാവും. നമ്മൾ കടമെടുത്ത് വീടെടുത്തു. അങ്ങനെ എൻ്റെ പ്രൊബോഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയില്ല. അപ്പം ജോലി ഇല്ലാത്തൊരവസ്ഥയാണ് അവിടെ വരുന്നത്. അപ്പം UK ജീവിക്കുമ്പോൾ ജോലി ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 60 ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് കയറി പോരണം. അതാണ് നിയമപരമായിട്ടുള്ള അവിടുത്തെ നടപടി. ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു. പള്ളിയിൽ എന്നും പോവും. ഇംഗ്ലീഷ് കുർബാനയാണ്, ഞങ്ങൾ പള്ളിയിൽ പോവും. ഞാൻ അവിടെ പള്ളി വൃത്തിയാക്കാനും വെള്ളിയാഴ്ചകളിൽ അവിടെ പള്ളി വൃത്തിയാക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. വിസയിലൊരു തടസ്സവും വന്നില്ല. എനിക്കൊരു പേപ്പറും അവിടെ നിന്ന് അയച്ചു കിട്ടിയില്ല. ഇവിടുന്ന് ഞാൻ പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുകയും പലയിടത്തും ആപ്ലിക്കേഷൻ ഇടുകയും ചെയ്തു. ദൈവകൃപയാൽ എനിക്കൊരു കെയർ ഹോമിൽ ഒരു നേഴ്സായിട്ട് ജോലി ലഭിച്ചു. അതേസമയം തന്നെ ഞാൻ NHS അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. NHS നമുക്ക് സാഹചര്യം അറിയാം. 2024-25 സമയത്ത് നേഴ്സസ് റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്നില്ല. അപ്പം ഭയങ്കര ടൈറ്റാണ്. നമ്മളൊരു 1-2 വേക്കൻസിയിൽ 150 പേരോളമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു ഇതാണ്. ഞാൻ 2-3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനകത്ത് നമുക്ക് ഒരു സാധ്യതയില്ല. അപ്പോൾ ഒരു ദൈവിക ഇടപെടൽ പോലെ ഞങ്ങളുടെ യൂണിറ്റിലേക്ക്, ഞങ്ങളുടെ പള്ളിയുടെ യൂണിറ്റിലേക്ക്, ഞങ്ങളുടെ ഇതിലേക്ക് ഒരാൾ വരികയുണ്ടായി. അവർ പറഞ്ഞു അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വേക്കൻസി വരാൻ പോകുന്നുണ്ട്, നിനക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് തക്ക സമയത്ത് നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചില്ല. നമുക്ക് ദൈവം തക്ക സമയത്തൊരു വേക്കൻസി ഉണ്ടാക്കി തരികയും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ 2025 ഓഗസ്റ്റ് അച്ഛൻ അവിടെ ധ്യാനത്തിന് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഉടമ്പടി എടുക്കുകയും ഞാനും ഭാര്യയും കാശുരൂപം ഞങ്ങൾക്ക് കിട്ടി. ഞാൻ കാശുരൂപം പിടിച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത്. ഞാൻ തൈലം തൂത്തി ഉപ്പ് നമ്മൾ കയറുന്നതിന് മുമ്പ് സൈഡിൽ ഇട്ടു. ഞാൻ ഒരു നുള്ളു ഉപ്പ് കഴിച്ചു. കാരണം നമുക്ക് നല്ല വ്യക്തമായി സംസാരിക്കാനും അതിൽ നമുക്ക് നല്ല ആൻസറുകൾ പറയണതിൽ ദൈവവും ഈശോയും ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തു. ഞാനത് പാസ്സായി. ഒക്ടോബർ 6-ാം തീയതി NHS എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ടൊരു ജോലി ലഭിച്ചു. അപ്പോൾ നമ്മൾ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളും നമ്മൾ ഓൺലൈനിൽ കൂടുന്നതാണ്. അച്ഛൻ പറയുന്ന പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് എത്രയും വേഗം വന്ന് ഇവിടെ സാക്ഷ്യം പറയുക എന്നുള്ളൊരു എനിക്ക് മനസ്സിൽ തോന്നലുണ്ടാവുകയും ഞാൻ മാനേജരോട് സംസാരിച്ചപ്പോൾ അവർ എനിക്കൊരു ഒരാഴ്ച അവധി എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പം സാക്ഷ്യം പറയുക എന്നുള്ള ഇതിലേക്കും ഉടമ്പടി പുതുക്കുന്നതിനും വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാനാണ് ഞാനും ഇനിയും ആഗ്രഹിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു അത്ഭുതമെന്ന് പറയട്ടെ. ഞാൻ കഴിഞ്ഞ 30-ാം തീയതി, അതായത് ജനുവരി 30-ാം തീയതിയാണ് ഞാൻ ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്തത്. എനിക്ക് ഉച്ച കഴിഞ്ഞ് ഫ്ലൈറ്റാണ്. അപ്പം 29-ാം തീയതി ഇതിനകത്തൊരു വേറൊരു കഥയുണ്ട്. ഞാൻ നേഴ്സാണെങ്കിലും ഞാൻ വാഹന ബിസിനസ് അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ വാഹനം വാങ്ങിച്ച് വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഓപ്ഷനിൽ നിന്ന് വണ്ടി എടുക്കും. എനിക്ക് 6ഓളം വണ്ടികൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ആകെ 4000 മൈനസ് പൗണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കടം തീർത്തിട്ട് ഇവിടെ വന്നിട്ടുള്ള ചിലവിനുള്ള പൈസ ഒന്നുമില്ല. അപ്പം 3 വണ്ടി എനിക്ക് വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് നമ്മൾ മെറിറ്റ് വെച്ച് ഞാൻ 2 ആഴ്ചയോളം ശ്രമിച്ചിട്ട് ആ വണ്ടികളൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, ഞാൻ പോകുന്നതിന് മുമ്പ് ഈ 3 വണ്ടി വിറ്റിരുന്നെങ്കിൽ ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അപ്പം വ്യാഴാഴ്ച എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. വെള്ളിയാഴ്ച ഞാൻ രാവിലെ ഇങ്ങോട്ട് പോരുകയാണ്. അപ്പം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഈ 3 വാഹനവും വിറ്റു. വണ്ടി ഓടിച്ച് നോക്കാതെ പോലും ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയി. അപ്പം അങ്ങനെ ഒരു പ്രത്യക്ഷ സാക്ഷിയാക്കി. ആ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതൊരു ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഈ സാക്ഷ്യം ഞാൻ ഈ ആൾക്കാരിൽ സമർപ്പിക്കുന്നു. ഇനിയും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും. ഇനി ഞാൻ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. പ്രേക്ഷിത പ്രവർത്തനം നമുക്കവിടെ നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് രോഗികളോട് സന്തോഷത്തോടും അവരോട് നല്ല കരുണയോടും പെരുമാറാൻ ഞാൻ ശ്രമിക്കുന്നു. പിന്നെ ഞാൻ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. വൈഫിൻ്റെ അമ്മ വഴി അവർ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് പൈസ കൊടുക്കാറുണ്ട്.
പിന്നെ ആർക്കെങ്കിലും പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ അതിനുള്ള പൈസ ഞാൻ പ്രത്യേകമായിട്ട് അയച്ച് അവളുടെ വൈഫിൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ അത് കൊടുക്കുന്നതായിരിക്കും. പള്ളി മുഖേന അവരെ കണ്ടുപിടിച്ച് അവർക്ക് കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. പിന്നെ ഞാൻ അവിടെ UK പള്ളി എല്ലാ വെള്ളിയാഴ്ചകളിലും വൃത്തിയാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ അവിടുത്തെ ഞങ്ങളുടെ പള്ളിയുടെ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് എനിക്ക് അവിടെ ഒരു സ്ഥാനം ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ആ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും ദൈവത്തിലേക്ക് ചേർന്ന് നിന്നാൽ നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും. കാരണം ദൈവമാണ് ഇതിനെല്ലാം ഇടപെട് നമുക്ക് മാധ്യസ്ഥം നിൽക്കുന്നത് ഈശോയും മാതാവുമാണ്. അപ്പോൾ അല്ല നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒന്നും നേടുകയില്ല. തോൽവികളുണ്ടായാലും അതൊരു നല്ലൊരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നതാണ്. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുക. ദൈവത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി. ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. പഠിച്ചു കഴിഞ്ഞപ്പോൾ എക്സാമിന് എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഇത് നേടാൻ പറ്റത്തില്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോസഫ് അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു, ഡെയിലി ബ്രെഡ് കാണുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. നവംബർ 11, 2024 ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ എക്സാമിന് പോയി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അങ്ങനെ ഞാൻ ഇന്നേയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് ഞാൻ അടുത്ത റൈറ്റിങ്ങിന് ഡേറ്റ് എടുത്തു. തിരുച്ചിയിലാണ്. ഒരുപാട് എമൗണ്ടാണ്. ഞാൻ മാതാവിനെയും ഈശോനെയും കൂടെ പിടിച്ച് പോയി. അവിടെ പോയപ്പം ഓരോരുത്തരും 2ഉം 3ഉം 7ഉം പ്രാവശ്യം എഴുതിയിട്ടിരിക്കുന്നത്. അവിടെ ഞാനാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോണത്. ഒരുപാട് പേര് എന്നെ പേടിപ്പിച്ചു. അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് മുറുകെ പിടിച്ച് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം പറഞ്ഞ് ഞാൻ എക്സാം ഹാളിൽ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് സങ്കടം വന്നു. കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അമ്മ എൻ്റെ അടുത്ത് ഉള്ളതുപോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഇതെല്ലാം ഓർമ്മയിരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഏത് ടോപ്പിക്ക് എടുത്തോ ആ ടോപ്പിക്ക് അമ്മ മാതാവ് എനിക്ക് തന്ന് ഞാൻ എക്സാം എഴുതി മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. പെട്ടെന്ന് തന്നെ അമ്മ എനിക്ക് റിസൾട്ട് തന്ന്. ഞാൻ 60 മാർക്ക് ചോദിച്ചപ്പോൾ എനിക്ക് 67 മാർക്ക് നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ച്. അങ്ങനെ എന്നെ ലിസണിങ്ങും ഹിയറിങ്ങും ഞാൻ ഡേറ്റ് എടുത്തു. എക്സാം എഴുതി. വിശുദ്ധ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എക്സാം എഴുതി. ഞാൻ 60 മാർക്ക് ചോദിക്കുമ്പോൾ അമ്മ എന്നെ കൂടുതൽ മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. പിന്നെ പ്രോസസ്സിങ്ങിന് ഞാൻ ഒരു ഏജൻസിയിൽ കൊടുത്തിരുന്നു. അവിടെ കൊടുത്തപ്പോൾ ഭയങ്കര ലാഗ്. അപ്പോൾ ഞാനിവിടെ അഖണ്ഡ ജോമാല റാലിയിൽ വന്ന് പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് ജർമ്മനിയിൽ ജനുവരിയിൽ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ഒരു മൂവ്മെൻ്റ് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നവംബറിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് ഞാൻ ഒരു ഏജൻസീനെ അറിയുകയും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കുറച്ച് പൈസയാവും. മാതാവ് എല്ലാം എനിക്ക് ഒരുക്കി തരുകയായിരുന്നു ചെയ്തത്. പൈസ ആയിരുന്നാലും അങ്ങനെയായിരുന്നല്ല. അങ്ങനെ ഞാൻ വിസയ്ക്ക് പോയി. VFSന് പോയി. ബാംഗ്ലൂരാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോയി. അപ്പോൾ വിസ വന്നപ്പോൾ എനിക്ക് റിജക്ഷനായി. എനിക്ക് ഒരുപാട് വിഷമായി. ഞാൻ ഒരുപാട് കരഞ്ഞ്. എനിക്ക് മാത്രം എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം എന്ത് കിട്ടാത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. പിന്നെ അങ്ങനെ കരഞ്ഞിട്ടിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. അപ്പോഴത്തേക്ക് എൻ്റെ പാസ്പോർട്ടിൽ ഒരു ഡാമേജ്. അപ്പോൾ ഏജൻസി എന്ന് പറഞ്ഞു ഒരിക്കൽ കൂടി പാസ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊണ്ട് അപ്ലൈ ചെയ്ത്. സാധാരണ ഒരു പാസ്പോർട്ട് എടുക്കും 3 ആഴ്ചയൊക്കെ എടുക്കും. ഡാമേജ് ആകുമ്പോൾ ഇനിയും ലേറ്റാവും. സമയ ചുരുക്കത്തിൻ്റെ അമ്മയെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ എനിക്ക് 7-ാം തീയതി 5-ാം തീയതി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. 7-ാം തീയതി എനിക്കിവിടെ വരണം, കൃപാസനത്ത് വരണം, അച്ഛനെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് 5-ാം തീയതി വന്നില്ല. അപ്പോൾ എനിക്ക് അതിനേക്കാൾ ഒരുപാട് വിഷമമായി. അങ്ങനെ 7-ാം തീയതി എനിക്ക് എൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടി. ഞാനിവിടെ വരണമെന്ന് ആഗ്രഹിച്ച ആ ഡേറ്റിൽ എനിക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടി. ഞാനിവിടെ വന്ന് ലേറ്റായി. എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച്, ഒരുപാട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. എനിക്ക് വേറെ ഓപ്ഷനില്ല. എനിക്കിനി വേറെ എന്തെന്ന് എനിക്കറിയത്തില്ല. ഇതെനിക്ക് കിട്ടണം. അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ കയ്യിൽ. 25-ാം തീയതി എനിക്ക് വിസ കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് 21-ാം തീയതിയാണ് ജർമ്മനിയിൽ ക്ലാസ് തുടങ്ങണമെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് മാതാവിൻ്റെ അടുത്ത് എനിക്ക് 20-ാം തീയതി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ 20-ാം തീയതി ആയിട്ട് എനിക്ക് കിട്ടണില്ലായിരുന്നു.
അങ്ങനെ എനിക്ക് ഒരുപാട് വിഷമമായി. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മാത്രം എന്ത് എല്ലാവർക്കും കിട്ടിയല്ലോ, എനിക്ക് മാത്രം എന്ത് കിട്ടാത്തതെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു. ശനിയാഴ്ചയൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു. അങ്ങനെ സൺഡേ 25-ാം തീയതി സൺഡേ രാവിലെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ മണ്ണിൽ നിന്ന് ചോദിച്ച ആ ഡേറ്റിന് മാതാവ് എനിക്ക് എൻ്റെ വിസ, പക്ഷേ സൺഡേ ഒരു ഡെലിവറി ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, സഞ്ചാരി അമ്മ, സമയ ചുരുക്കത്തിൻ്റെ അമ്മ, എല്ലായിടത്തും പോകാൻ പറ്റും, തുറക്കാത്തത് തുറക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അന്ന് ആ ഓഫീസ് പൂട്ടാണ്. ആ ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് തുറന്ന് എടുത്തുകൊണ്ട് തന്നതാണ്. അത് മാതാവ് അവിടെ ഇടപെട്ട് എനിക്ക് തന്നതാണ്. അങ്ങനെ എനിക്ക് വിസ കിട്ടി. ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഇതൊരിക്കലും നോട്ട് ബൈ ബട്ട് ബൈ ദ ഗ്രേസ്. അച്ഛൻ ആ വാക്യം ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27. ഞാനത് എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഒരുപാട് വിഷമമായിരുന്നു. ഇത്രയും പൈസ കൊടുത്തിട്ട് അതിന് പലിശ കൊടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഒരുപാട് സങ്കടമായിരുന്നു വീട്ടിൽ നിന്നൊക്കെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത നിമിഷത്തിൽ എൻ്റെ അമ്മ എന്നെ തള്ളിക്കളഞ്ഞവരുടെയും ഞാൻ പോകത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞവരുടെ മുമ്പിൽ എന്നെ വലിയവളാക്കി ഇന്ന് എന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ അനുവദിച്ച്. ഞാൻ അമ്മയുടെയും ഈശോയുടെയും കൃപയിൽ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ ഇതെൻ്റെ മോൻ. ഇവൻ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒന്നും നന്നായിട്ട് എഴുതത്തൊന്നുമില്ല. അപ്പോൾ ടീച്ചർ എപ്പോഴും വിളിച്ച് വഴക്ക് പറയും. അപ്പോൾ ഒന്നും ചെയ്യണില്ലായിരുന്നില്ല. അപ്പം ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഈ ഓണപ്പരീക്ഷയ്ക്കും ഈ ക്രിസ്മസ് എക്സാമിനൊക്കെ അവന് നല്ല മാർക്കുണ്ട്. ടീച്ചർ ഇപ്പോൾ അവനെക്കുറിച്ച് ഒന്നും പറയാറില്ല. ഇപ്പോൾ അവനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ടീച്ചറിനൊന്നുമില്ല. ഞാൻ ഇതിന് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാം പറയാൻ ഇവിടെ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരുപാട് അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, വീടിനടുത്തൊരു ശാന്തിഭവനുണ്ട്. ഞാൻ ഓടിപ്പോവും. ഈ 2 ആഴ്ച ഞാൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയം എനിക്ക് അമ്മയായിട്ട് തന്നെയാണ്. അവിടെ താൽക്കാലിക വേക്കൻസിയിൽ അവിടെ ഒരു ചേച്ചി ഇല്ലാത്തത് കൊണ്ട് എന്നെ വിഷമം വരാതിരിക്കാൻ എൻ്റെ അമ്മയായിട്ട് കൊണ്ട് തന്നെയാണ്. ഞാൻ 2 ആഴ്ച ഞാൻ അവിടെ പോയി വർക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ പോവും. ആ അമ്മമാരെ കാണാൻ വേണ്ടി രാവിലെ പോവും. ഞാൻ അവിടെ സഹായിക്കും, അവരെയൊക്കെ നോക്കും, അങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു. എൻ്റെ വീട് തിരുവനന്തപുരമാണ്. ഞാൻ എന്നാലും കുറച്ചപ്പുറത്ത് ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് തമിഴ്നാട് അപ്പുറത്ത് വണ്ടി ഓടിച്ച് അങ്ങോട്ട് കൊടുക്കും. പിന്നെ ഞാൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന എഴുതി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഞാൻ എന്നാൽ കഴിയുന്ന എല്ലായിടത്തും കൊണ്ട് കൊടുക്കും. തമിഴ്നാടും കൊണ്ട് കൊടുക്കും, എല്ലായിടത്തും കൊണ്ട് കൊടുക്കും. ഇപ്പോൾ എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കാം. ഞാൻ ഈ വിസ വരുന്നതിന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ പറയുന്നു ഒന്നും കുടിക്കാതെയും കഴിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റണമെന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷേ ഞാൻ ആ ഈശോയിൽ അമ്മയിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ശക്തമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ അമ്മ ഇത് നേടി തന്നതാണ്. എൻ്റെ അമ്മ അടിച്ച വിസയാണ് ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത്. അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.